നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെബിലൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ജസ്റ്റ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വലിയ അബദ്ധമാണ്, ഞാൻ കാറിലിരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ ആ ഷേക്കാണ് കാണുന്നത്, എൻ്റെ കൈയുടെ ഷേക്കല്ല, കാർ മൊത്തത്തിലുള്ള ആ ജെർക്കിങ്ങിൻ്റെ ആ ഒരു ഷേക്കാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, ഇനി സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ പോവാണ്. അതിന് ഇവിടെ ഇൻസ്പെക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, അത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോ എന്നുള്ള സെറ്റിങ്സ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓഫായി കിടക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ഓൺ ആക്കിയിട്ട് മാത്രം കാര്യമല്ല, അതിൽ സ്റ്റെബിലൈസേഷൻ എഴുതിയില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആവും. ഓക്കെ അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് അതിൽ ഒരു മാറ്റവും വരുത്താതെ ഞാൻ പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു ഓപ്ഷനിൽ സൂം മാത്രം, ക്യാമറ ടിക്ക് അവിടെ ഇല്ല, അത് ഞാൻ ഓൺ ആക്കുന്നില്ല. സിമ്പിളായിട്ട് എങ്ങനെ ക്രോപ്പ് റേഷ്യോ, സ്മൂത്ത്, ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ സ്റ്റെബിലൈസേഷൻ അടിക്കാൻ പോവുകയാണ്. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. നല്ല അടിപൊളി സ്റ്റെബിലൈസേഷൻ ആയിട്ട് അല്ലേ, നല്ല ഷേക്കുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ കാറിൻ്റെ ഷേക്ക് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ ഷേക്ക് ആണെങ്കിൽ ഇത്ര പോലും വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ അല്ലേ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അല്ലേ. ആ സ്റ്റെബിലൈസേഷൻ ധാരാളമാണ്, പക്ഷേ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇനി ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ക്യാമറ ലോക്ക് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഈ ഓപ്ഷൻസ് ഹൈഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നോക്കുക അല്ലേ, മാറ്റം ഉണ്ടോയെന്ന്. ചെറിയ മാറ്റം എന്തെങ്കിലും ഉണ്ടാവും, എനിക്കൊന്ന് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുന്നു അല്ലേ. പക്ഷേ ഇവിടെയൊക്കെ ചെറിയൊരു എഡ്ജ് നോക്കണ്ട, എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്താണ് ഷേക്ക് കുറേയൊക്കെ ഒഴിവാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് എഡ്ജ് നോക്കണ്ട, നടുവിൽ നമ്മുടെ കണ്ടൻറ് ഇരിക്കുന്ന ഏരിയയിൽ, അതായത് നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഏരിയയിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി എന്താ ഉള്ളത്, പെർസ്പെക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമിലാരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നോക്കാം അല്ലേ. എന്താണ് മാറ്റം വരുന്നത്? ആമ്പോ വേണ്ട നോക്കേണ്ട കാര്യമില്ല, നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് വീഡിയോസ് ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ തൽക്കാലം അതുകൊണ്ട് നമുക്കൊരു ആവശ്യം വരുന്നില്ല, കാര്യം ഭയങ്കര വൃത്തികേടായിട്ടാണ് ഉണ്ടോ. ഇതും അതുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ചില പ്രത്യേക തരത്തിലുള്ള ഷേക്കിന് വേണ്ടി ഉള്ളതായിരിക്കും. കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, നമുക്കൊരു വീഡിയോ ചെയ്ത് നോക്കാം അല്ലേ അതിനെപ്പറ്റി. ഞാൻ തൽക്കാലം എന്താ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാണ്. റീസെറ്റ് ചെയ്തിട്ട് പെർസ്പെക്റ്റീവിൽ ക്രോപ്പിങ്ങും സ്മൂത്തും കയറ്റിയിട്ട് മൊത്തം കെട്ടണ്ട, കുറച്ചൊരു ഇത്രയൊന്ന് കയറ്റിയിട്ടൊന്ന് നോക്കുകയാണേ. ഒന്നും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് സ്ട്രെങ്ത്ത് കുറച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം അല്ലേ. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് ഇതിൽ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഓരോന്നും ചെയ്ത് നോക്കാം അല്ലേ. വലിയ കുഴപ്പമില്ലാത്തൊരു ഔട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ചെറിയ ഷേക്കിനൊക്കെ നമ്മൾ ശരിക്കും സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യാം കേട്ടോ. വലിയ ഷേക്കിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയുടെ ആയിരിക്കും. അങ്ങനെയുള്ള ക്ലിപ്പുകളൊന്ന് മാറ്റി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവും. എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ്. ഈ ഏരിയയിൽ, ഈ കുറഞ്ഞൊരു ഏരിയയിൽ എവിടെയാണ് ഈ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ടർ ഓൺ ആക്കുക, അതിൽ വീഡിയോയിൽ താഴേക്ക് വന്ന് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ഏരിയയിൽ, ഇത്ര ഏരിയയിൽ മാത്രമാണ് ഈ സ്റ്റെബിലൈസേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.